സെപ്റ്റംബർ മുതൽ ഇയാൾ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വലിയ തോതിലുള്ള സൈബർ അധിക്ഷേപമാണ് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം രാജൻ അറസ്റ്റിലാക്കപ്പെട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അയാൾക്ക് ജാമ്യം എടുക്കാനായിട്ട് എത്തിച്ചേർന്നത് CPM-ന്റെ അടൂർ ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഞാൻ ശരിക്കും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലേഡിയാണ് കേട്ടോ. ഇവരുടെ പ്രസംഗമാണെങ്കിലും ഈ അടുത്ത സമയത്ത് 24 റിപ്പോർട്ടിലായിരുന്നു തോന്നുന്നു ഇവരുടെ ഒരു ഇതുണ്ടായിരുന്നു, സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും ഈ പറയുന്ന റിനി ആൻഡ് ജോർജിനെതിരെ തെളിവുകളും കാര്യങ്ങളൊക്കെ നിരത്തിയ ഒരു വ്യക്തിയാണ്. ഇവരാണ് ആദ്യം അത് പുറത്തു വിട്ടത്. ഈ പറയുന്ന റിനി ഈ പറയുന്ന രാഹുലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുള്ളൂ. രാഹുലിനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ റിനി സോഷ്യൽ മീഡിയ പറഞ്ഞ എല്ലാവർക്കും അറിയാലോ. അത് പൊളിച്ചടുക്കി കൊടുത്തത് ഈ ഒരു മേഡമായിരുന്നു. തുറന്നു പറയാലോ. അന്നത്തെ ആ ഒരു വീഡിയോയിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഇതായിരുന്നു. ഇവർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ടെലിഗ്രാമിലെ സീക്രട്ട് ചാറ്റിനെ കുറിച്ചൊക്കെ ഇവരാണ് പുറത്ത് വിട്ട റിനിയുടെയൊക്കെ. അപ്പോൾ ഞാൻ അന്നു മുതലാണ് ഇവരെ വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. വാച്ച് ചെയ്തപ്പോഴാണ് അറിയുന്നത് CPL-ലോട്ട് പണ്ട് വർക്ക് ചെയ്ത ഒരാളായിരുന്നു. അവിടുന്ന് പിന്നെ പാർട്ടി മാറി, പിന്നെ കോൺഗ്രസ്സിൽ വന്ന് ജയിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം 2025 സെപ്റ്റംബർ മുതൽ ഈ പറയുന്ന രാജൻ ജോസഫ് എന്ന് പറയുന്ന യൂട്യൂബർ ഇവർക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് മോശമായിട്ടുള്ള രീതിയിൽ തന്നെ. അതും എന്ത് രീതിയിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം കോൺഗ്രസ് ഭരണത്തിൽ വന്നതിന് ശേഷം 2026 ജൂണിലായപ്പോഴത്തേക്ക് അണ്ണനെതിരെ പിന്നെയും കൊണ്ട് കേസെടുത്ത്. അന്നത്തെ സമയത്ത് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വലിയ ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ അവർക്ക് തട്ടിക്കളയുമായിരുന്നു. അതങ്ങനെ വരും. ഇപ്പം 10 വർഷം ഭരിച്ച പിണറായി വിജയനെ കുറിച്ച് തന്നെ സ്ഥിരം തന്തയ്ക്ക് വിളിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും പോലീസ് മൈൻഡ് ചെയ്യത്തില്ല. ഓക്കെ, എന്തായാലും ഇപ്പോഴത്തെ ഭരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പ്രത്യേകിച്ച് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കുറേ ആൾക്കാർക്ക് ഇന്ന് തൊപ്പിക്ക് പണി കിട്ടി. അങ്ങനെ കുറേ ആൾക്കാർക്ക് ഞാൻ ഇന്ന് അറിഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്കെതിരെ ഇനിയും കേസുകൾ പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം ഈ രാജൻ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്ത പോലെ തന്നെ പല ആൾക്കാരെയും. അപ്പം ചിലപ്പോൾ നമ്മൾ ഇവിടെ അതിനകത്ത് ഓക്കെ, എന്നാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇവർ ഇന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഈ രാജൻ ജോസഫിനെതിരെ ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ വമ്പം വയറുണ്ട്. അത് കറക്റ്റായിട്ട് ഒരു മനുഷ്യനെ കിട്ടേണ്ട കാര്യങ്ങൾ അത് പബ്ലിക്കായിട്ട് തന്നെ പുള്ളിക്കാരി അത് നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സംസാരവും കാര്യങ്ങളുമൊക്കെ രാജൻ ജോസഫിൻ്റെ ചില വീഡിയോസിന് അത് നല്ല രീതിയിലുള്ളതായിരുന്നു. ഏകദേശം ഇവരൊക്കെ ഒരു 26-27 വീഡിയോകളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസ് കേസെടുത്ത് അറസ്റ്റും ചെയ്ത് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പുള്ളിക്കാർ പോയി അദ്ദേഹത്തിനെ കണ്ട് ആദ്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹം ഈ പറയുന്നത് CPI-ലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. പിന്നെ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പിന്നെ അത് നൈസായിട്ട് അങ്ങ് മാറി. എനിക്ക് തോന്നുന്നു അടുത്ത് പറഞ്ഞു കമ്മ്യൂണിസ്റ്റിനാന്ന് കരുതിയിട്ടായിരിക്കും പുള്ളിക്കാരൻ ചിലപ്പോൾ മാറിയത്. എന്തായാലും കറക്റ്റായിട്ട് കണക്കിനങ്ങ് കൊടുത്തു വിട്ടിട്ടുണ്ട്. നല്ല രീതിയിലാണ് പുള്ളി അങ്ങ് തൂക്കിയിട്ടുണ്ട് പോലീസ്. ഇനി നമുക്ക് കുറച്ച് കാര്യത്തിലോട്ടൊക്കെ പോകാം. അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസ്സുകാർ അടൂർ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ 10-20 പേര് ചേർന്നിട്ട്, അത് ഫെനിയാണെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന രാഹുലിൻ്റെ കൂട്ടുകാരൻ ഫെനി നയനാനുണ്ടല്ലോ, പുള്ളിയും സംഘവും കൂടെ ചേർന്ന് അദ്ദേഹത്തിനെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം മർദ്ദിക്കാൻ ശ്രമിച്ചോ ഇല്ലേന്നൊക്കെ. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. വെറുതെ സമയം കളയുന്നില്ല. എന്തായാലും ശ്രീനാദേവി പറയുന്ന കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. എന്തായാലും അവർ പറയുന്ന ഒരു കാര്യം, ഒരു പെണ്ണിനെ കൊണ്ട് എന്തൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നു അവർ കറക്റ്റായിട്ട് ചെയ്തു. ആ യൂട്യൂബറെ തൂക്കി നല്ല രീതിയിൽ തൂക്കിയിട്ടുണ്ട്. പിന്നെ ആലോചിക്കണം, പഴയ കോൺഗ്രസ് അല്ല, ഇത് വേറൊരു വെർഷൻ കോൺഗ്രസ് ആണ്. എല്ലാവരും പറയുന്നത് കോൺഗ്രസ് മൊണ്ണകളാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്ന കുറേ ടീംസുകളുണ്ട്. അവർക്ക് എന്നാൽ തെറ്റിപ്പോയി. ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തതിന് അപ്പുറമാണ് അവർ കാട്ടിക്കൂട്ടുന്നതൊക്കെ. തുഫാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം. ഇപ്പോൾ കണ്ടില്ലേ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ കാര്യത്തിലാണെങ്കിലും നടപടി എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നോ കോംപ്രമൈസ്. എല്ലാവർക്കും ഒരേ രീതിയിലാണ്. ഓക്കെ, എന്നാലും അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹത്തിന് അഹങ്കാരം കൂടുതലായിരുന്നേ. പല വട്ടമാണെങ്കിലും ആവശ്യമില്ലാത്ത സംസാരങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി വിചാരിച്ചത് പുള്ളിക്ക് സുഖമായിട്ട് അങ്ങ് ഊരിക്കളയാന്ന് കരുതി. പക്ഷെ നടന്നില്ല. എന്തായാലും ഇവർ പറയുന്നത് കൂടെ ഞാൻ വെക്കാം. രാജൻ ജോസഫിനെതിരെ പരാതി നൽകിയ ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്തായി നീതി ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരള പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടൂർ പോലീസ് എറണാകുളത്തെത്തി അയാളെ അറസ്റ്റ് ചെയ്യും. അപ്പൊ ആ സാഹചര്യത്തിൽ ഇത്രയും കഴിഞ്ഞ ഒരു 8 മാസക്കാലമായിട്ട് അയാൾ ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ അധിക്ഷേപകരമായ വീഡിയോസിന്റെ ഒക്കെ ഒരു പരാതിയുടെ ഫലമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി നീതി ലഭിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം. വളരെ മോശമായ പരാമർശങ്ങളാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ ശ്രീന പരാതി നൽകിയിരുന്നില്ലേ? നൽകിയിരുന്നു. 2025 സെപ്റ്റംബർ മാസം മുതലാണ് ഇയാൾ എനിക്കെതിരെ വീഡിയോ ചെയ്തു തുടങ്ങിയത്. അന്ന് ഞാൻ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു. CPI-യുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടിരിക്കുകയാണ് എനിക്കെതിരെ വളരെ മോശമായിട്ടുള്ള വീഡിയോസ് അയാൾ ചെയ്തത്. അന്ന് ഈ രാഹുൽ മാങ്കൂട്ടമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കല്യാണം ആലോചിച്ചായിട്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട്. അപ്പം അത് ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ വളച്ചൊടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ രാഹുലിനെതിരെ പരാതി കൊടുക്കാമോ അങ്ങനെ ഒരു സംസാരം, അത് മറുനാടിന് ഞാൻ കേട്ടതാണ്. ഇവർക്ക് ഒരുപാട് മോശം വരുത്തുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വ്യക്തി ആ ഒരു പാർട്ടി മാറി കോൺഗ്രസിലോട്ട് വന്ന് ജയിക്കുകയാണ് ചെയ്തത്. ഇപ്പം കേരളം മൊത്തം അറിയപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു MLA ആവാനുള്ള എല്ലാ ക്വാളിറ്റി അവർക്കുണ്ട്. അവരുടെ സംസാര രീതിയിലാണെങ്കിലും എന്തുവാണെങ്കിലാണെങ്കിലും ശരി, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഞങ്ങളൊക്കെ ഒരു വിഷയം ഉണ്ടെങ്കിൽ വളവളാന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കും. ഇവർ ജസ്റ്റ് പോയിന്റ് പറയുക, കാര്യം
തുഫാനാക്കി വിടുക. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കെ തന്നെ ഞാൻ ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ചില പ്രാദേശികരായിട്ടുള്ള ചില ഇടതുപക്ഷത്തിന്റെ ചിലരുടെ പിന്തുണ ഉള്ളത് കൊണ്ടായിരിക്കാം അയാൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. അപ്പൊ അതിനെ തുടർന്ന് നിരന്തരമായിട്ട് അയാൾ ഏതാണ്ട് കഴിഞ്ഞ ഒരു വീഡിയോസ് അയാളും ഒരു സിബി എന്ന് പറയുന്ന മറ്റൊരാളും ചേർന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ എല്ലാം പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നീതി ലഭിച്ചു എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജൻ അറസ്റ്റിലാക്കപ്പെട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അയാൾക്ക് ജാമ്യം എടുക്കാനായിട്ട് എത്തിച്ചേർന്നത് CPM-ന്റെ അടൂർ ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, കൂടെ അടൂർ ഏരിയ കമ്മിറ്റി അംഗവും. അപ്പോൾ CPM-ന്റെ അടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അടൂർ ഏരിയ കമ്മിറ്റി അംഗവും വരികയും അടൂർ CPM-ന്റെ അഡ്വക്കേറ്റ്, ആ അഡ്വക്കേറ്റ് ആണ് അദ്ദേഹത്തിന് അയാൾക്ക് ജാമ്യത്തിനായിട്ട് ഹാജരായത്. അപ്പോൾ അത് ഇന്ന് നമ്മൾ പറയാനില്ല, കാരണം ആസ് എ പ്രൊഫഷണൽ അഡ്വക്കേറ്റ് ഒരു കേസിൽ അപ്പിയർ ചെയ്യുന്നതിനെ കുറിച്ച് രാഷ്ട്രീയപരമായിട്ട് അതിന് ചിത്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജാമ്യം എടുക്കാനായിട്ട് എത്തിച്ചേർന്നത് CPM-ന്റെ അടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗവുമാണെങ്കിൽ CPM-ന് ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിനൊപ്പമുള്ള നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമായി പറയുക തന്നെ വേണം. സംസ്ഥാന നേതൃത്വം മുതൽ പ്രാദേശിക നേതൃത്വം വരെ, ലോക്കൽ കമ്മിറ്റി വരെയുള്ള ബ്രാഞ്ച് വരെയുള്ള എല്ലാ സഖാക്കളും സൈബർ സഖാക്കളും എടുക്കുന്ന നിലപാട് എന്താണെന്ന് പറയണം. കാരണം CPM-ന്റെ അനിഷേധ്യയായിട്ടുള്ള ഒരു നേതാവ് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന PP ദിവ്യ, മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി PP ദിവ്യ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന രണ്ടുപേർക്കുമെതിരെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഒരു രാഷ്ട്രീയപരമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് അതീതമായിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരെ അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും ഇതേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിരുന്നു. അതിനെതിരെ അവർ പരാതി കൊടുത്തിരുന്നു, FIR ഇട്ടിരുന്നു. അതിനുശേഷം ശ്രീ മുഹമ്മദ് റിയാസിനെയും ഇളവരം കരീമിനെയും ചേർത്തുകൊണ്ട് അങ്ങേയറ്റം മോശപ്പെട്ട രീതിയിൽ വൾഗറായിട്ട് ഒരു വീഡിയോ ഇതേ ആൾക്കാർ തന്നെ ചെയ്തിട്ടുണ്ട്. അത് അവർ സംരക്ഷണം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ മുഹമ്മദ് റിയാസിനെയും ഇളവരം കരീമിനെയും PP ദിവ്യയെ ചിത്രീകരിച്ച ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും ജാമ്യം എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതൊക്കെയും ആരൊക്കെയായിരുന്നു? CPM-ന്റെ അടൂര് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി, കൂടാതെ അടൂർ ഏരിയ കമ്മിറ്റി അംഗം, ഈ രണ്ടുപേരും ജാമ്യം എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം, പ്രാദേശിക നേതൃത്വം വരെയുള്ളവർ ഈ പറഞ്ഞ മുഹമ്മദ് റിയാസിനെയും കരീമിനെയും ഒക്കെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നത് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അന്ന് എത്ര പരാതി നൽകിയിരുന്നു? അന്ന് ഏതാണ്ട് 10-ലധികം പരാതി നൽകിയിരുന്നു. അപ്പൊ ഈ വിഷയത്തിൽ യാതൊരു അന്വേഷണമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനൊന്നും പോലീസ് തയ്യാറായിരുന്നില്ലേ? ഒരു വിഷയത്തിൽ ഒരു പരാതി നൽകിയപ്പോൾ ആ പരാതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തെങ്കിലും അത് ഏറ്റവും മൈനറായിട്ട് വീക്കസ്റ്റ് സെക്ഷൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1-2 അല്ല 10 കൊടുത്തത്. പക്ഷേ ഈ വട്ടം വന്നിട്ട് ഒറ്റ കൊടുത്തുള്ളൂ. അന്നത്തെ ഭരണം ഞാൻ പറയുന്നതിന് നിങ്ങൾക്കറിയാലോ വരാന്നുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ പിന്നെ അവർ ആ ഒരു ലെവലിലേ പോകത്തുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വന്നത് എൻ്റെ ഒറ്റ പരാതിയിലൂടെ തന്നെ അണ്ണനെ അങ്ങ് തൂക്കിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൊണ്ട് ആ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്നാലും സ്വാഭാവികമായിട്ട് ഇത്രയും പറഞ്ഞപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ തനിക്കെതിരെ വരാൻ പോകുന്നത് അടുത്ത FIR ആണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം അയാൾ മുൻകൂർ ജാമ്യം എടുത്തു. പക്ഷെ മുൻകൂർ ജാമ്യം എടുത്തതെങ്കിലും അയാൾ പ്രതീക്ഷിച്ചതുപോലത്തെ ഒരു വകുപ്പുകളൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് നമ്മളൊരു കമന്റ് ചെയ്യുമ്പോൾ ഒരു മോശം കമന്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു വാക്ക് ഉപയോഗിച്ചു, ഒരു വാക്ക് ഒരു വാചകം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പരാതി നൽകിയിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അയാൾ ചെയ്യുകയാണെങ്കിൽ ആ 10 മിനിറ്റും അയാൾ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. കുട്ടിയെ അധിക്ഷേപിക്കുക എന്ന് പറയുന്ന നിയമപരമായിട്ടുള്ള ഒരു ക്ലോസ് കേവലമായിട്ട് ഉപയോഗിക്കില്ല, മറിച്ച് അതിന്റെ ബ്രോഡ് ഡെഫിനിഷനിലും അതിന്റെ ഏറ്റവും നാരോ ആയിട്ടുള്ള ഡെഫിനിഷൻ എടുത്താൽ പോലും അതിലെല്ലാം പരിപൂർണ്ണമായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള അത്രയും അധിക്ഷേപങ്ങളാണ് അയാളുടെ ഓരോ വീഡിയോയിലും ഉണ്ടായത്. അതിലെല്ലാം അയാൾ എന്റെ പൂർണ്ണമായ പേര് ഉപയോഗിക്കുന്നു, എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നു, എന്റെ ഫോട്ടോസ് കാണിച്ചുകൊണ്ട് ഇതാണ് ഇന്നയാളാണ് ശ്രീനാദേവി എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് അയാൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും അപമാനകരമായി അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ട് ചില മോശം വാക്കുകൾ, സ്ത്രീകളെ എങ്ങനെ സമൂഹത്തിൽ മോശം പദപ്രയോഗങ്ങൾ എന്തൊക്കെയാണോ ആ പദപ്രയോഗങ്ങളെല്ലാം അയാൾ വിളിക്കുകയും അത് കമന്റ് ബോക്സിൽ അയാളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൃത്യമായി ആ പദപ്രയോഗങ്ങളോടുകൂടി തന്നെയാണ് എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരാൾ ഒരു കേരളത്തിന്റെ മാധ്യമ ലോകത്ത് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളായിട്ട് വലിയ നിലവാരത്തോടുകൂടി ഉയർന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അപമാനകരമാണ്. 4ാം നെടുന്തൂണ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഞാനൊക്കെ വിമർശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റീനിയെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, അവർ സ്ട്രോങ് ഒരു ലേഡി ആയിരുന്നെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞേനെ. ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് എനിക്ക് അവർ വെറുത്തത്, തുടക്കം വെറുത്തത് അവിടെ നിന്നാണ്. പിന്നെ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയുന്നതായിട്ട് തോന്നി. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് അവർ പറയുന്നില്ല? കാരണം മീഡിയ വന്നിട്ട് പറയാണ്, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, എനിക്കത് പറ്റത്തില്ല. എന്നിട്ട് കുറേ ഹിൻഡ് കൊടുക്കുക. അത് സ്ട്രോങ് ലേഡീസിന് പറ്റിയ ഒരു പരിപാടിയല്ല. പക്ഷേ ഇവരത് ചെയ്ത് കാണിച്ചു. എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയും. ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ അത് വിളിച്ചു പറയുകയും ചെയ്യും. അത് ധൈര്യം എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് മറുനാടനി പുള്ളി കൊടുത്തൊരു വോയിസ് ഉണ്ട്, ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു തരാം. ശ്രീനയുടെ പരാതിയില് രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തത് കേട്ടായിരുന്നു. ശ്രീനയുടെ പരാതിയിൽ തന്നെയാണല്ലോ മറ്റേ ഒരു ആദർശ് മുക്കടയുടെ പരാതിയുടെ രീതിയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? അറസ്റ്റ് സംഭവിച്ചിട്ടുള്ളത് ഞാൻ നൽകിയ പരാതിയിലാണ്. ആദർശ് മുക്കട നൽകിയ പരാതിയിൽ ഈ പറയപ്പെടുന്ന യൂട്യൂബർ മുൻകൂർ ജാമ്യം എടുത്തിരുന്നതായിട്ടാണ് അറിവ്. കഴിഞ്ഞ കുറച്ച് 21 ദിവസങ്ങളായിട്ട് ഇയാൾ ഒളിവിലായിരുന്നു. എന്റെ പരാതി നൽകിയതിനു ശേഷം ഇയാളെ പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്ത വിധം ഇയാൾ ഒളിവിൽ താമസിക്കായിരുന്നു. അപ്പൊ അതിനുശേഷം അയാൾ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് വന്ന ദിവസം വൈകുന്നേരമാണ് അടൂർ പോലീസ് എറണാകുളത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ഈ ജാമ്യമില്ലാ വകുപ്പായിരുന്നില്ല എന്തായാലും, പക്ഷെ ജാമ്യം തന്നെ കൊടുത്തെന്ന് തോന്നുന്നല്ലേ? അതെ. ഓക്കെ, ഈ വളരെ എന്താണ് ഇയാളെ പൊളിറ്റിക്കൽ പ്രതികരണം നടത്തിയതിലല്ല ശ്രീനിയെ കുറിച്ച് വളരെ അശ്ലീലം നിലർന്ന പലതും
8-10 മാസത്തിനിടയ്ക്ക് അയാൾ കണ്ട് 25 വീഡിയോസ് ആണ് എനിക്കെതിരെ ചെയ്തിട്ടുള്ളത്. ഈ 25 വീഡിയോകളിലും അങ്ങേയറ്റം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളോടുകൂടി വ്യക്തമായ പദപ്രയോഗങ്ങൾ, സൂചനകളോ ദ്വയാർത്ഥങ്ങളോ ഒന്നുമല്ല, വളരെ വ്യക്തമായിട്ട് തരത്തിലുള്ള വാക്കുകൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടും എന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടും എന്റെ പൂർണ്ണമായ പേര് ഉപയോഗിച്ചുകൊണ്ടും പേരിനെ അശ്ലീലമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടും എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരെ എന്നെ കുറിച്ചുള്ള വലിയ അപമാനകരമായിട്ടുള്ള കാര്യങ്ങൾ കെട്ടിപ്പിടിപ്പിച്ചുകൊണ്ടും അയാളുടെ വികലമായ മനസ്സിന്റെ മനോധർമ്മം അനുസരിച്ച് എന്താണോ അയാൾക്ക് എഴുതാൻ തോന്നുന്നത് അതെല്ലാം തന്നെ എന്നെ കുറിച്ച് അയാൾ പഠിപ്പിച്ചു. അതിനെ തുടർന്ന് ഞാൻ നിരവധി പരാതി നൽകിയിരുന്നു. ഏറ്റവും അവസാനം അയാൾ കേരളത്തിലെ സരിത എസ് നായരെയും സ്വപ്ന സുരേഷിനെയും എന്നെയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോയും ഒരു ലോക്കൽ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധി ആൻഡ് രാജൻ ഈ രണ്ടുപേരാണ് നടത്തുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നുകൊണ്ട് ഇത്തരത്തിലൊരു അപമാനകരമായിട്ട് ഉള്ള ചിത്രീകരണങ്ങൾ, ആവശ്യമില്ലാത്തരത്തിലുള്ള ഡെഫിനിഷൻസ്, എന്റെ വ്യക്തിത്വത്തെയും എന്റെ സ്ത്രീത്വത്തെയും ഒരു വ്യക്തി എന്നുള്ള നിലയിലും എന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് തേജോവധം ചെയ്ത സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്നതിന്റെ എല്ലാ ഡെഫിനിഷൻസും ലോഡ് ആൻഡ് നാരോ പെർസ്പെക്ടീവ്സും എടുത്താൽ പോലും എല്ലാ ഡെഫിനിഷൻസും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇവർ രണ്ടുപേരും കൂടി കാലങ്ങളായിട്ട് ഏതാണ്ട് 25ഓളം വീഡിയോസാണ് എനിക്കെതിരെ ചെയ്തിട്ടുള്ളത്. ഈ കാര്യം ഇതിന് മുമ്പത്തെ സർക്കാരിന്റെ കാലത്ത് പരാതിപ്പെട്ടിരുന്നോ? തീർച്ചയായിട്ടും പരാതി നൽകിയിരുന്നു. നടപടിയെടുത്തില്ല അവരൊന്നും, അല്ലേ? നടപടിയെടുത്തില്ല. ഒരു കേസിൽ എഫ്ഐആർ എടുക്കുന്ന ഘട്ടം വന്നപ്പോൾ ഇയാളെ മുൻകൂർ ജാമ്യം എടുത്തതും വളരെ മൈനർ ആയിട്ടുള്ള ബെയിലബിൾ സെക്ഷൻസ് മാത്രമാണ്. ഇന്നലെ അവിടെ പോയി കണ്ടു എന്ന് പറഞ്ഞ പോസ്റ്റ് ഇരിക്കുന്നുണ്ട്. ജയിലിൽ പോയി കണ്ടായിരുന്നു തന്നെ? അതെ, കണ്ടിരുന്നു. അയാൾ എനിക്ക് വലിയ വിശേഷമാണ്. തൽക്കാലം തന്റെ അതായത് ഒരു വിശേഷണം ഇവിടെ കൊടുത്തിരിക്കുന്ന തൽക്കാലം ശ്രീനയുടെ സുഖം എനിക്ക് വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് അവകാശപ്പെടുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ നിന്ന്? അതിനെ തുടർന്ന് ഈ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ അയാളുടെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നമ്മൾ പറയുന്നത് 4th പില്ലർ ഓഫ് ഡെമോക്രസിയാണ് മാധ്യമങ്ങളാണ്. 2016 മുതൽ നമ്മൾ സത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് യൂട്യൂബ് ചാനൽസ് പോപ്പ് ചെയ്തു തുടങ്ങിയ ഒരു വർഷമാണ് 2017-18 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ യൂട്യൂബിൽ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജീവിക്കാമെന്ന് ചിന്തിച്ച് വെറുതെ ഒരു യാതൊരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലല്ലാതെ യാതൊരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടത്താതെ യാതൊരു പ്രൊഫഷണൽ യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് നിലവാരമില്ലാത്ത യൂട്യൂബ് ചാനലുകൾ മുളച്ചു കൊണ്ടാറുണ്ട്. അങ്ങനെയുള്ളവർ ഉപയോഗിക്കുന്ന കുറച്ച് വരുമാന മാർഗത്തിനായിട്ടും ജീവിക്കാൻ വേണ്ടിയും ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ചാനലായിട്ട് ഞാൻ ആ ചാനലിനെ വിലയിരുത്തുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടന്റുകൾ ഉണ്ടാകുമ്പോൾ സിനിമകൾ എന്തൊക്കെയോ പരാതി നൽകിയിട്ടുണ്ട്. എന്നിട്ട് മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് കളിക്കുന്ന വീരവാദമൊന്നും അവിടെ കണ്ടില്ല. അവിടെ വളരെ നിശബ്ദനായിട്ടും വളരെ സൈലന്റ് ആയിട്ടും വളരെ ബഹുമാനത്തോടും വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും എന്നെ പേര് പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായി അഭിസംബോധന ചെയ്യുവാനും ഒക്കെ അയാൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അയാൾ ചെയ്തിട്ടുള്ള യൂട്യൂബ് ലിങ്ക് ഇപ്പൊ എനിക്ക് ചില സുഹൃത്തുക്കൾ അയച്ചു തന്നു. അതിൽ അയാൾ വലിയ രീതിയിൽ നിന്നെ എന്നൊക്കെ എന്നെ അഭിസംബോധന ചെയ്തു എന്ന് പറയുന്നു. അതുകൊണ്ട് യൂട്യൂബർ രാജനോടാണ് എന്റെ മുഖത്ത് നോക്കി എന്നെ അത്തരത്തിലൊരു അഭിസംബോധന ചെയ്താൽ കിട്ടാൻ പോകുന്ന മറുപടി ഒരിക്കലും നിയമപരമായിട്ടില്ല. അതിന് അർഹിക്കുന്ന രീതിയിൽ തന്നെ മറുപടി അയാൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ജഹം കോൺഗ്രസ്സുകാരെ കുറിച്ച് മാത്രമല്ല, ഉദാഹരണത്തിന് ഇടമലകരവിനെ കുറിച്ചും PPDBയെ കുറിച്ചും ഒക്കെ മോശം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും CPM അയാളെ കൊണ്ട് നടക്കും തോന്നല്ലേ? ശ്രീനേത് ശ്രദ്ധിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും അത് ഇന്നലെ കൂടി അത് നമുക്ക് ബോധ്യപ്പെട്ട വിഷയമാണ്. ശ്രീമതി KP ദീപ്തിയെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അവർ അങ്ങേയറ്റം അപമാനിക്കുന്നതാണ്. അതിനെ തുടർന്ന് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ കരീം ഇവരെ തമ്മിൽ ഏറ്റവും ഹീനമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPMന്റെ അടൂർ ടൗണിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CPMന്റെ അടൂർ ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഇന്നലെ രാജന് വേണ്ടി അടൂർ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം എടുക്കുവാനായിട്ട് എത്തിച്ചേർന്നത്. CPMന്റെ പാർട്ടി വക്കീല് ഹാജരായി എന്നുള്ളത് അവിടെ ഇരിക്കപ്പെടും. അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CPMന്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗവും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ CPMന്റെ സംസ്ഥാന നേതൃത്വം മുതൽ പ്രാദേശിക നേതൃത്വം വരെ TP ദിവ്യയെ കുറിച്ചും മുഹമ്മദ് റിയാസിനെ കുറിച്ചും എളമരം കരീമിനെ കുറിച്ചും പറഞ്ഞത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് അവരുടെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ എന്നുള്ളത് വ്യക്തമായി പറയേണ്ടതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചോ ഐക്യജനാധിപത്യ മുന്നണിയെ കുറിച്ചോ അപമാനകരമായി അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമാണോ ഈ കഴിഞ്ഞ കാലയളവുകളിൽ രാജനെയും ശിവയും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് അംഗീകരിക്കുവാൻ CPMന്റെ സംസ്ഥാന നേതൃത്വവും പ്രാദേശിക നേതൃത്വവും സൈബർ സഖാക്കളും തയ്യാറായതെന്നുള്ളത് വ്യക്തമാണ്. രാജൻ ജോസഫിന് 2 നമ്പറുകളാണ്. ഓക്കെ, അപ്പം ശ്രീന പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അവർ സ്ട്രോങ് ആണ്. അവർ ഈ ഒരു കേസിന് പിന്മാറത്തില്ല. അയാൾക്കാണെങ്കിൽ നല്ല പണി കൊടുത്തിട്ട് അവർ വിടത്തുള്ളൂ. പല ആൾക്കാരും ശ്രദ്ധിക്കണം, യൂട്യൂബേഴ്സ്മാർ. ഈശ്വര, നമുക്കൊക്കെ ഇനി അടുത്ത് എന്തോ വഴിയാണ് വരാൻ പോകുന്നത്. എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞാൻ ആ ഒരു കാര്യത്തിൽ അവർക്ക് കൈയടി തന്നെ കൊടുക്കണം. കാരണം വെച്ചാൽ അവർ 10-11 മാസം കൊണ്ട് ഇതിൻ്റെ പുറയില്ല. അവസാനം അവർക്ക് റിസൾട്ട് കിട്ടി. കോൺഗ്രസ് വന്നതിന് ശേഷം എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്, പ്രത്യേകിച്ച് ഇതുപോലുള്ള കേസുകളിലൊക്കെ. എന്നാൽ രാജൻ ജോസഫിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.